സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് വെള്ളപ്പൊക്കത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ രക്ഷിച്ച സ്വദേശി പൗരന് ആദരം. മദീന പ്രവിശ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിച്ചതിന് ഫഹദ് അൽ ഹർബി എന്ന സ്വദേശി പൗരനെ മദീന മേഖലാ ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ ആദരിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മദീനയുടെ തെക്ക് പടിഞ്ഞാറുള്ള ഖാമിസ് അൽ ഹമാമിൽ വെള്ളപ്പൊക്കമുണ്ടായത്. കനത്ത വെള്ളമൊഴുക്കിൽപ്പെട്ട വാഹനത്തിൽ കുടുങ്ങിയ 4 പേരെയാണ് തൻ്റെ മണ്ണുമാന്തി യന്ത്രവുമായെത്തി രക്ഷിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടന്ന വാഹനത്തിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സ്വദേശി പൗരനും 3 മക്കളുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഒഴുക്കിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കാൻ നടത്തിയ ഈ ധീരമായ ഇടപെടലാണ് അൽ ഹർബിയെ മേഖലാ ഗവർണറുടെ ആദരവിന് അർഹനാക്കിയത്. അടുത്ത ഞായറാഴ്ച വരെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ മിന്നൽ തുടരുന്നതിനാൽ സുരക്ഷിത സ്ഥലങ്ങളിൽ താമസിക്കണം. വെള്ളപ്പൊക്കത്തിനും ഒഴുക്കിനും സാധ്യതയുള്ള താഴ്വരകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അവയിൽ നീന്തരുതെന്നും മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പ്രഖ്യാപിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. മക്ക മേഖലയിൽ മിതമായതോ കനത്തതോ ആയ മഴ ഉണ്ടാകും. ഇത് ആലിപ്പഴം, പൊടിയും മണലും ഉയർത്തുന്ന കാറ്റും വീശാൻ ഇടയാക്കുമെന്നും സിവിൽ ഡിഫൻസ് വിശദീകരിച്ചു. മദീന, അൽബഹ, അസീർ, ജീസാൻ, നജ്റാൻ മേഖലകളിലും സാമാന്യം ശക്തമായ മഴയുണ്ടാകും. ആയിൽ, അൽ ജൗഫ്, വടക്കൻ അതിർത്തി, അൽ ഖസീം, അൽ അഹ്സ എന്നീ പ്രദേശങ്ങളിൽ മഴ നേരിയതോ ഇടത്തരമോ ആയിരിക്കുമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് സൂചിപ്പിച്ചു. ഒമാനിലെ ശമ്പള കൈമാറ്റം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് 2023 ജൂലൈ 9-ന് അവതരിപ്പിച്ച WPS സംവിധാനം സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നത് പിന്തുടരുകയാണെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. WPS-ൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വലിയ, ഇടത്തരം, ചെറുകിട സ്ഥാപനങ്ങളുടെ എണ്ണവും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ ശമ്പളം WPS വഴി കൈമാറ്റം ചെയ്യുന്നില്ലെന്ന് തെളിയിക്കുന്നതുമായ സ്ഥാപനങ്ങളുടെ എണ്ണവും മന്ത്രാലയം പുറത്തുവിട്ടു. പ്രസ്താവന പ്രകാരം 1,86,817 സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിൻ്റെ WPS-ന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിൽ 3 വലിയ സ്ഥാപനങ്ങളും 475 ഇടത്തരം, 14,164 ചെറുകിട, 1,72,174 സൂക്ഷ്മ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. മൊത്തം 57,735 സ്ഥാപനങ്ങൾ WPS-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സംവിധാനം വഴി ശമ്പളം കൈമാറിയിട്ടില്ല. ഇതിൽ 66 വലിയ സ്ഥാപനങ്ങളും 536 ഇടത്തരം സ്ഥാപനങ്ങളും 10,659 ചെറുകിട സ്ഥാപനങ്ങളും 46,137 സൂക്ഷ്മ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. അതേസമയം 2024 ജാനുവരി 10-നും ഓഗസ്റ്റ് 20-നും ഇടയിൽ 57,398 സ്ഥാപനങ്ങൾക്കാണ് മന്ത്രാലയം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. 2024 ജാനുവരി 10-നും മെയ് 16-നും ഇടയിൽ അയച്ച 1,86,817 SMS അലേർട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു. വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി തൊഴിലുടമകളുമായി സഹകരിച്ച് മന്ത്രാലയം ബോധവൽക്കരണ ശില്പശാലകളും നടത്തിയിരുന്നു. തൊഴിൽ മന്ത്രാലയം, ലേബർ വെൽഫെയർ ജനറൽ ഡയറക്ടറേറ്റ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് ഇൻസ്പെക്ഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെ മസ്കറ്റ് ഗവർണറേറ്റിൽ നടത്തിയ പരിശോധനയിൽ 1,217 പേർ പിടിയിലായി. മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ് ഇത്രയും പേരെ പിടികൂടിയത്. ഇവരിൽ 164 പേർ സ്വദേശീവൽക്കരിച്ച ജോലികളിൽ തുടർന്ന് 164 പ്രവാസികളും വിസ കാലാവധി കഴിഞ്ഞ ശേഷവും ജോലിയിൽ തുടർന്ന് 844 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് സ്വദേശിവൽക്കരണ നടപടികളും വിസ വിലക്കുകളും കർശനമാക്കുന്നതിനോടൊപ്പം ശക്തമായ പരിശോധനയും തുടരുകയാണ്. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ വിദേശികളെ നിയമിക്കുന്നത് കണ്ടെത്തുന്നതിന് കർശന പരിശോധനയും തൊഴിൽ മന്ത്രാലയം നടത്തിവരുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് വിഭാഗവുമായി ചേർന്ന് മന്ത്രാലയം പ്രവർത്തിച്ചു വരികയാണ്. ഈ വർഷം ജൂലൈ വരെയുള്ള കാലയളവിൽ 12,000 നിയമലംഘകരെ പിടികൂടുകയും വിദേശികളെ നാടുകടത്തിയും മറ്റുള്ളവരെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. അതേസമയം പിഴയൊടുക്കി തെറ്റ് തിരുത്താൻ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച നടപടികൾ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു.
തൊഴിൽ നിയമ ലംഘന കുറ്റങ്ങളിൽ നിയമ നടപടികൾ തുടരാതിരിക്കാനും ഒത്തുതീർപ്പ് സാധ്യമാക്കാനുമുള്ള മന്ത്രിതല പരിഹാരങ്ങളും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ മാസം വടക്കൻ ബാത്തിനയിൽ ലേബർ ഡയറക്ടർ ജനറൽ സംയുക്ത സംഘം നടത്തിയ പരിശോധനയിൽ 1004 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ 403 പേരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും മന്ത്രാലയം അറിയിച്ചു. സ്വദേശിവൽക്കരിച്ച തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുറമെ അനധികൃതമായി ഒമാനിൽ പ്രവേശിച്ച് തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിയമലംഘകരെ കാത്തിരിക്കുന്നത് നാട് കടത്തുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളാണ്. തിരികെ ഒമാനിലേക്ക് മടങ്ങിവരാൻ സാധിക്കാത്ത നിലയിലാകും രാജ്യത്ത് നിന്നും മടക്കി അയക്കുകയെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സൗദി അറേബ്യയുടെ 94ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമാകാൻ രാജ്യത്തെ ഓൺലൈൻ ഓഫ്ലൈനുമായ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും വാണിജ്യ മന്ത്രാലയം അവസരമൊരുക്കുന്നു. സെപ്റ്റംബർ 16 മുതൽ 30 വരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ് പ്രഖ്യാപിക്കാനുള്ള ഡിസ്കൗണ്ട് ലൈസൻസ് വാണിജ്യ മന്ത്രാലയം നൽകും. ഇതിനുവേണ്ടി ഓൺലൈനായി അപേക്ഷിക്കാം. രാജ്യത്ത് എല്ലായിടത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും ഈ സ്റ്റോറുകൾക്കും ഡിസ്കൗണ്ട് ലൈസൻസ് ഓൺലൈൻ സംവിധാനത്തിലൂടെ നൽകാനുള്ള സൗകര്യമാണ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് 1 വർഷം നിശ്ചയിച്ചിട്ടുള്ള പരമാവധി ഡിസ്കൗണ്ട് ദിവസങ്ങൾ കൂടാതെയാണ് ദേശീയ ദിനം പ്രമാണിച്ച് ഈ ഡിസ്കൗണ്ട് ദിവസങ്ങൾ അനുവദിക്കുന്നത്. ദേശീയ ദിന വിൽപ്പന സീസൺ ഈ മാസം 16 മുതൽ 30 വരെ തുടരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ സ്റ്റോറുകൾക്കും ഡിസ്കൗണ്ട് ലൈസൻസുകൾ എളുപ്പത്തിൽ നേടാം. അത് പ്രിന്റ് ചെയ്ത ഉപഭോക്താക്കൾ കാണും വിധം കടകളിൽ പ്രദർശിപ്പിക്കണം. സ്ഥാപനങ്ങളിലും ഈ സ്റ്റോറുകളിലും വിലക്കിഴിവുകൾക്കായി 9 നിബന്ധനകൾ വാണിജ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് ലൈസൻസ് നേടുക, അത് വ്യക്തമായി പ്രദർശിപ്പിക്കുക, വിലക്കിഴിവ് നൽകുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രൈസ് ടാഗ് ഘടിപ്പിക്കുക, വിലക്കിഴിവിന് മുമ്പും ശേഷവും വിലകൾ മാറ്റിയെഴുതുക, വിലക്കിഴിവിൻ്റെ സാധുത ഉപഭോക്താവിന് ലൈസൻസിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സൗകര്യമൊരുക്കുക, വിലക്കിഴിവ് ഏർപ്പെടുത്തുമ്പോൾ തന്നെ യഥാർത്ഥ വിലകളിൽ കൃത്രിമം കാണിക്കാതിരിക്കൽ, കിഴിവ് നിരക്കുകൾ ഉപഭോക്താവിന് വ്യക്തമായി കാണും വിധം പ്രദർശിപ്പിക്കണം, ഓഫർ കാലയളവിലെ എക്സ്ചേഞ്ച് റിട്ടേൺ പോളിസി ഉപഭോക്താവിനോട് വെളിപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങൾക്കുള്ള വാറന്റി നിയമം പാലിക്കണം, ഇ-കൊമേഴ്സിലെ പരസ്യ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉപഭോക്താവിന് ലഭ്യമാക്കണം എന്നിവയാണ് നിബന്ധനകൾ. ഗാസയിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണ സാധനങ്ങളുടെ വിതരണം സൗദി അറേബ്യ തുടരുന്നു. ജോർദാനുമായി സഹകരിച്ചാണ് നടപടി. സൗദി പ്രതിരോധ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് റിലീഫ് സെന്ററാണ് ദുരിതാശ്വാസ വിമാനങ്ങൾ അയച്ചത്. ഗുണനിലവാരമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും അവശ്യ വസ്തുക്കളുമാണ് വിതരണം ചെയ്യുന്നത്. ഫലസ്തീനികൾക്ക് അവ എത്തിക്കുന്നതിനായി സൗദിയുടെ 2 ദുരിതാശ്വാസ വിമാനങ്ങളാണ് തിങ്കളാഴ്ച ജോർദാനിലെത്തിയത്. ഇസ്രായേൽ അധിനിവേശ സേന ഫലസ്തീനിലേക്കുള്ള അതിർത്തികൾ അടച്ചത് മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ മറികടക്കാനാണ് ജോർദാൻ സായുധ സേനയുടെ സഹകരണത്തോടെ ദുരിതാശ്വാസ പദ്ധതിക്ക് വഴി തുറന്നത്.